ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ് തിരിച്ചടിയായെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ബി.ജെ.പിയെ ചെറുക്കാമായിരുന്നു. അടിയന്തരമായി ഇന്ത്യ മുന്നണി യോഗം ചേർന്ന വിഷയം ചർച്ച ചെയ്യാം. മുസ്ലിം ലീഗ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് നിർഭാഗ്യകരം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട്, അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് ബി.ജെ.പിയെ അധികാരത്തിലിരുത്തുന്നത്. ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നുവെങ്കിൽ ഗുണമുണ്ടാകുമായിരുന്നു. അതില്ലാതെ പോയത് നിർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ മുന്നണിയുടെ യോഗം ചേർന്ന് എല്ലാ മുന്നണി പാർട്ടികളും കൂടി വിലയിരുത്തേണ്ട സംഭവമാണിത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ അതിൻ്റെ പ്രാധാന്യം പറയാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തും. ഇപ്പോൾ ആത്മവിമർശനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യ മുന്നണിയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല, അതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള ആഘാതങ്ങളെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. ഇനി 100% തോൽക്കുന്ന സംസ്ഥാനത്ത് പോലും വിശാല സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. ആപ്പിനും കോൺഗ്രസിനും കൂടി ഡൽഹിയിൽ 50% വോട്ടുണ്ട്. കോൺഗ്രസിന് വലിയേട്ടൻ മനോഭാവമാണെന്നും MP ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാക്കുക എന്ന കോൺഗ്രസിൻ്റെ തന്നെ നിലപാട് ഒരു ഭാഗത്ത്, അതുവഴി BJPക്ക് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, AAPയെ തോൽപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് കണ്ടുകൊണ്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു എന്നുള്ളത് കൊണ്ടാണ് BJP ജയിച്ചത്. BJP ജയിച്ചതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്നർത്ഥം. കോൺഗ്രസും AAPയും കൂടി ചേർന്നിരുന്നുവെങ്കിൽ ഏതാണ്ട് 50% വോട്ടായി. എപ്പോഴും വലിയേട്ടൻ മനോഭാവത്തോടെ ഞങ്ങൾ പണ്ട് ഭരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മത്സരിക്കാൻ പുറപ്പെട്ടാൽ ഇത്തരത്തിലുള്ള ഹരിയാനയിലും അത് തന്നെയാണ് ഉണ്ടായത്, ഇപ്പോൾ ഡൽഹിയിലും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഗോവിന്ദമാഷ് പറഞ്ഞതൊക്കെ പോയിന്റാണ്. ചില മണ്ഡലങ്ങളിൽ CPIയും CPIM ഒക്കെ നോട്ടയ്ക്കും പിറകിൽ പോയിട്ടുണ്ട്. അതിൽ മാഷിന് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഡൽഹിയിൽ BJPക്ക് സൗകര്യമൊരുക്കിയത് കോൺഗ്രസ് എന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇന്ത്യ സഖ്യം ശരിയായി പ്രവർത്തിക്കാതിരുന്നതിന് കാരണം കോൺഗ്രസ് നിലപാടാണ്. ഡൽഹിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസിനായിരുന്നുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തീവ്ര വലതുപക്ഷം ഇതിനെ നേരിടേണ്ടുന്ന ഒരു ശക്തിയാണ് ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യം ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ സഹകരണം ഉണ്ടാവുന്നില്ല. ഡൽഹിയിൽ കോൺഗ്രസ് മുൻകൈയെടുത്തിരുന്നു എങ്കിൽ ഇന്ത്യ സഖ്യം ഫലത്തിൽ അവിടെ രൂപപ്പെടുത്താൻ കഴിയുമായിരുന്നു. ആ ഉത്തരവാദിത്വം കോൺഗ്രസ് നിറവേറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടത് കോൺഗ്രസിനാണ്. BJPക്ക് അധികാരത്തിൽ വരാൻ സൗകര്യമൊരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഡൽഹിയിലെ റിസൾട്ടും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത്.